ഈ ഇടയ്ക്കിറങ്ങിയ പടങ്ങളിൽ ഏറ്റവും കൂടുതൽ നാട്ടുകാർ ലോകത്തുള്ള എല്ലാവരും ഒബ്സസ്ഡ് ആയിട്ടുള്ളൊരു പടം ഒബ്സഷൻ. ഈ പടത്തിന് ഇത്രയും ഹൈപ്പ്, ഇത്രയും എല്ലാവരും കാണുന്നത് ഈ പടത്തിൽ, എല്ലാവരും ഈ പടത്തെ കുറിച്ച് സംസാരിക്കണത് എന്തുകൊണ്ട്? വൈ വൈ ഡസ് ഒബ്സഷൻ ഈസ് ദ നമ്പർ 1 മൂവി ഇൻ ദ വേൾഡ്? എല്ലാവർക്കും ഈ പടം കാണണം. എന്തുകൊണ്ട്? എന്താണ് ഈ പടത്തിലുള്ളത് എന്ന് കണ്ടപ്പോഴല്ലേ മനസ്സിലായത്. അതിനെക്കുറിച്ചെല്ലാം ഡെഫിനറ്റ്ലി പറയാം. ഇത് കാണാൻ വോർത്താണോ? ഇതൊരു നല്ല ഹോറർ പടമാണോ? അല്ലെങ്കിൽ ഇതിലുള്ള ആ ഒരു ഫയർ എന്തിനായിരുന്നു? എന്തായിരുന്നു ആ ഫയർ, ആ സ്പാർക്ക്, ആൾക്കാരെ കാണാൻ തോന്നിപ്പിക്കുന്ന സ്പാർക്ക് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഒബ്സഷൻ, ഓ മൈ ഗോഡ്, മെയിൻ ആയിട്ട് 2 കാര്യമാണ് പറയാനുള്ളത്: സ്റ്റോറി ആൻഡ് അഭിനയം. സ്റ്റോറി 1 ലൈൻ സ്റ്റോറിയാണ്, വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. ഒരു വിഷ് ചെയ്തു, വിഷ് കിട്ടി, അത് തന്നെയാണ് കുഴപ്പം. അത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം. അത് തന്നെയാണ് ഈ പടത്തിന്റെ സ്ട്രെങ്ത്തും നട്ടലും. കറി ബേക്കർ സംവിധായിക മോനെ വേറെ ലെവൽ. യൂട്യൂബ് തുടങ്ങിയതാണ് മോനെ. വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഡ്യൂണിനെ പറ്റിയൊരു വീഡിയോ ഒക്കെ ഉണ്ടായത് ഈ പുള്ളിക്കാരൻ്റെ ഒരു പടം, ഫുൾ ലെങ്ത് പടം, വേറെ ലെവലാണ്. സമ്മതിച്ചിരിക്കുന്നു. അടിപൊളിയായിട്ട് സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി, ഇത്രയും കുറച്ച് കാശുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അഭിനയം എല്ലാം ടോപ്പ് നോച്ച് ആണ്. ബട്ട് മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാരുടെ അഭിനയത്തെ കുറിച്ച് ഞാൻ മെയിൻ ആയിട്ട് പറയും. ബട്ട് സ്റ്റോറി, ആ നട്ടല് വളരെ സിമ്പിൾ ആണെങ്കിലും ആ സിമ്പിൾ തന്നെയാണ് ഇതിനെ ഇത്രയും ലെവലിലേക്ക് കൊണ്ടുപോയത്. ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു 1 ലൈൻ സ്റ്റോറി ലൈൻ ലോകത്തുള്ളവരിലെ എല്ലാവർക്കും മനസ്സിലാവും. വളരെ സിമ്പിളാണ്. ഓ, ഇതാണ് കഥ, സംഭവം. അപ്പൊ സ്റ്റോറിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്റ്റോറി ഡെവലപ്മെന്റ് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടൊരു സംഭവം ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഫ്രീ ആയിട്ട് പോയി കാണാം. കുറെ ചിന്തിക്കേണ്ട, ഈ എന്തായിരിക്കും ആ ഒരു സ്റ്റോറി, എന്തായിരിക്കും, ഒന്നും വേണ്ട. സിമ്പിൾ സാധനം. അത് കാരണം ഈ ഒരു ലോകത്തേക്ക് മുഴുവനും, ലോകത്തെ ഏതൊരു കോണിലും എല്ലാവർക്കും ഇത് മനസ്സിലാവും. അത് തന്നെയാണ് ഇതിന്റെ വൈറലാകാനുള്ള 1 ഓഫ് ദ മെയിൻ റീസൺസ്. പിന്നെ ഈ പടത്തിന്റെ സൗണ്ട് പൂർണ്ണമായിട്ടും ഓഫ് ചെയ്ത് വെക്കുക. എന്നാലും നിങ്ങൾക്ക് ഈ പടം മനസ്സിലാവും. ഈ പടത്തിൽ നടക്കുന്ന എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ മ്യൂട്ട് ചെയ്ത് വെച്ചാലും നിങ്ങൾക്ക് ഈ പടം മനസ്സിലാവും. അത് തന്നെയാണ് ഈ പടത്തിന്റെ വൈറലാകാനുള്ള മെയിൻ അതർ റീസൺ. ഇതിന് ഭാഷ ഒരു പ്രശ്നമല്ല. ഒരു ഇന്റർനാഷണൽ ഒരു തോട്ടാണ് ഈ പടത്തിനുള്ളത്. അല്ലാതെ ഒരു ഭാഗത്ത് മാത്രം ഒളിഞ്ഞിരിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമല്ല, അങ്ങനത്തെ ഒരു വിഷയമല്ല ഈ പടത്തിന്. ലോകം മൊത്തം മുഴുവനും മനസ്സിലാവും ഈ ഒരു ആർത്തി, മനുഷ്യന്റെ ഒരു ആർത്തിനെ പറ്റി. ഈ ഒരു വധൂരി, ഈ വൃത്തികെട്ടവൻ, ഈ മെയിൻ നടൻ, അവൻ തുടക്കത്തിൽ അവനൊന്ന് ധൈര്യം വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും എല്ലാം ഒഴിവാക്കാമായിരുന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു മോമെന്റിൽ ഏറ്റവും ഹേർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയുമോ? ആസ് എ വ്യൂവർ നമുക്ക് അവന്റെ ഒരു വേദന മനസ്സിലാവും, അവന്റെ ഒരു ഇമോഷൻസ്. അവൻ എന്തുകൊണ്ട് പറഞ്ഞില്ല അത്രയും ഓക്വേർഡ് ആയിട്ടുള്ള കാര്യം, അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ വിഷമം തോന്നുന്ന കാര്യം. കാരണം എനിക്ക് അവനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാർട്ട് അവനോട് ആ കാര്യം പറയാൻ പറ്റാതിരുന്നത്, അതന്നെ എനിക്ക് തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാവും ഞാൻ വിചാരിച്ചില്ല. സെക്കൻഡ്, സ്റ്റോറി കഴിഞ്ഞ് അഭിനയം 2 മെയിൻ ആക്ടേഴ്സ്. അവന്റെ കാര്യം ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ആളിലേക്ക് വരാം. വാട്ട് ആൻ ആക്ടിങ് മാൻ, ലൈക്ക് you have a bright career ahead of you my man. like സൂപ്പർ അഭിനയം. ലൈക്ക് ഒരു അതർ എൻഡിലാണ് ഇവന്റെ അഭിനയം വരുന്നത്. നമ്മുടെ മെയിൻ എൻഡിൽ നടക്കുന്നതിന്റെ ഒരു റിയാക്ഷൻ സംഭവം ഐ കുഡ് നെവർ തിങ്ക് ഓഫ് എനി വൺ പുള്ളിക്കാരൻ അഭിനയിച്ച പോലെ വേറൊരുത്തൻ അഭിനയിക്കാൻ പറ്റില്ല. ലൈക്ക് ഇത്രയും ആപ്റ്റായിട്ട്, ഇത്രയും വണ്ണറബിൾ ആയിട്ട് അഭിനയിക്കാൻ പറ്റുക. ലൈക്ക് വാവ്, അടിപൊളി മോനെ, സൂപ്പർ സാധനം. ഇനി മെയിൻ നടി ഇന്ത്യ എന്നാണ് പുള്ളിക്കാരുടെ പേര്. ഷീ ഷുഡ് ഗെറ്റ് an ഓസ്കർ. പുള്ളിക്കാരിക്ക് ഡെഫിനറ്റ്ലി ആയിട്ട് ഓസ്കർ കൊടുത്തേ പറ്റൂ. ഡെഫിനറ്റ്ലി ആയിട്ട് കൊടുക്കണം. ഓസ്കർ എന്തായാലും കിട്ടുമെന്നാണ് എൻ്റെ നല്ല വിശ്വാസമാണ് കിട്ടുമെന്ന്. കാരണം വാവ്, ഫുൾ പടം ഞാൻ ഇങ്ങനെ നോക്കിയാണ് ഞാൻ കണ്ടത്. ശരിക്കും ഞാൻ പേടിച്ചു പോയി. ശരിക്കും ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ ശരിക്കും ലൈക്ക് ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഉള്ള നടി ഇത്രയും നാൾ എവിടെയായിരുന്നു? ബട്ട് ഷീ ഈസ് ദ ഷോ സ്റ്റീലർ. പുള്ളിക്കാരിയുടെ ആ ഒരു സ്വിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ശരിക്കും മറ്റേ ഒരു ഒറിജിനൽ ഇത് വരുമ്പോൾ ശരിക്കും നമ്മളിങ്ങനെ പേടിച്ച് പുറകിലോട്ട് മാറണം, അങ്ങനത്തെ അവസ്ഥയൊക്കെ വന്നു. ഞാൻ ശരിക്കും പേടിച്ചു. ഞാൻ ശരിക്കും ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞാൻ ഇത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ടൊരു പടമില്ല, എനിക്ക് ഇത്രയും ഡിസ്റ്റർബ് ചെയ്ത ഒരു പടമില്ല. സോ ഹാറ്റ്സ് ഓഫ് വാട്ട് എ പെർഫോമൻസ്. ഇനി അഭിനയിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു പെർഫോമൻസ് കണ്ടാൽ അവർക്ക് മനസ്സിലാവും
വൈ വൈ ദേ ലവ് ആർട്ട്, അല്ലെങ്കിൽ സിനിമയുടെ അഭിനയത്തിനെ കുറിച്ച് കുറേ പഠിക്കാനുണ്ട് അവരുടെ ഈ ഒരു പെർഫോമൻസിൽ നിന്ന്. പിന്നെ ഓബ്വിയസ്ലി ഇതിൻ്റെ ഒരു കൾച്ചറിൽ, ലൈക്ക് ഒരു സ്പാർക്കിൽ നിന്നും ഒരു വലിയൊരു ആളിത്തീ, ഒരു കാട്ടുതീ പടർന്ന പോലെ ഈ പടം ഹിറ്റായതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഇതിൻ്റെ ഭാഷ ഒരു വിഷയമല്ല. ഓബ്വിയസ്ലി ഇതിൻ്റെ സ്റ്റോറി ലൈൻ വളരെ സിമ്പിളാണ്. ഒരു യൂണിവേഴ്സൽ കഥ പറയുന്നുണ്ട്, ഒരു ഹൊററാണ്. അതിൻ്റെ ഒപ്പം ഗുഡ് ആക്ടിങ്, വെരി ഗുഡ് ടൈറ്റ് പാക്ക് സ്റ്റോറി, വെരി ഗുഡ് ഡയറക്ഷൻ, ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഇത് വർത്ത് ദ ടൈം ആവുന്നത്. പിന്നെ ഓബ്വിയസ്ലി ഇതിൻ്റെ സ്റ്റോറി, പിന്നെ അത് ജസ്റ്റ് എ ഗുഡ് തിങ്. ബട്ട് സ്റ്റിൽ മെയിനായിട്ട് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ആൻഡ് മെയിനായിട്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് വാച്ച്. ഡെഫിനറ്റ്ലി ഇത് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഹോറർ നല്ല സിനിമ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കാണണം. ഡെഫിനറ്റ്ലി ഇതിൽ കുറച്ച് മോമെന്റ്സ് ഉണ്ട്, ഭയങ്കര ബോറിംഗ് മോമെന്റ്സ് ഉണ്ട്. ബട്ട് മെജോറിറ്റി ഈ പടം ഇറ്റ്സ് എ 10/10 ഫോർ മീ. ആൻഡ് ഐ ലവ് ദിസ് ഫിലിം, റിയലി ലവ് ദിസ് ഫിലിം. സോ യാ, ബൈ.